ദിവസം ഉപയോഗിക്കുന്ന ഒരു സംഭവം. ചിലപ്പോൾ തമാശയ്ക്കാണെങ്കിലും സ്വർണ്ണത്തിനേക്കാളും വിലയുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നൊരു സാധനം വെളിച്ചെണ്ണ. അപ്പോൾ നമ്മളിന്നുള്ളത് തിരുവനന്തപുരത്ത് നന്ദിയോട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഈ ഗ്രീൻ ടു എന്ന് പറയുന്ന കോക്കനട്ട് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലാണ്. വെളിച്ചെണ്ണ കമേഴ്ഷ്യൽ സ്കെയിലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്നൊന്ന് നോക്കാം. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ദീപ്തി ചേച്ചിയാണുള്ളത്. ദീപ്തി ചേച്ചി ഇവിടുത്തെ ക്വാളിറ്റി കൺട്രോളറാണ്. ചേച്ചി നമസ്കാരം. നമ്മൾ നന്ദിയോട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ബാങ്കാണ് ഇത് നടത്തുന്നത്. ബാങ്കിന്റെ ഓണർഷിപ്പിലാണ് കോർപ്പറേറ്റ് കോംപ്ലക്സ് ഉള്ളത്. ശരിക്കും നമ്മുടെ ഈ ഒരു വലിയ സംഭവത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആദ്യം വെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നാളികേരത്തിന്റെ ക്വാളിറ്റി ആദ്യം നോക്കും. അവർ തരുന്ന നാളികേരം ചില പ്രദേശങ്ങളിൽ നിന്നുള്ള നാളികേരത്തിന് ഓയിൽ കണ്ടന്റ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ അത്തരം പ്രദേശങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല നാളികേരം കിട്ടുന്ന പ്രദേശങ്ങൾ തന്നെ ചൂസ് ചെയ്ത് അവിടെ നിന്നുള്ള വെൻഡേഴ്സിനെയാണ് നമ്മളിപ്പോൾ നാളികേരത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്. നാളികേരം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ പൊട്ടിച്ച് രണ്ട് ഗ്രൂപ്പാണ്. ഇതാണ് ഇങ്ങനെ ഇവിടെ പൊട്ടിക്കും. സ്ത്രീകളാണ് കൂടുതലും സ്ത്രീകളാണ്. ലോക്കലി ഉള്ള ആൾക്കാരാണ്. സഹകരണ സ്ഥാപനം ആയതുകൊണ്ട് തന്നെ 100ഓളം തദ്ദേശീയരായ വനിതകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ സ്ഥാപനത്തിനുണ്ട്. അപ്പം അങ്ങനെയുള്ള നമുക്ക് 2 ഗ്രൂപ്പുകളായിട്ടാണ് ലേഡീസ് ഉള്ളത്. 2 ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൽ 30ഓളം പേര് ഉണ്ട്. അങ്ങനെ 2 ഗ്രൂപ്പായിട്ടുണ്ട്. അവർ ഒരു ഗ്രൂപ്പ് ആദ്യത്തെ ദിവസം നാളികേരം പൊട്ടിക്കുന്നു. പൊട്ടിച്ച് കൺവെയർ ബെൽറ്റ് വഴി മുകളിൽ ഡ്രയറിലേക്ക് നിക്ഷേപിക്കും. ഒരു ബക്കറ്റ് ആൻഡ് ചെയിൻ സിസ്റ്റമാണ് കൺവെയർ ബെൽറ്റിനുള്ളത്. അതുവഴി മുകളിൽ ഡ്രയറിൽ ഇട്ടതിന് ശേഷം ഒരു ദിവസത്തെ ഒരു ഓവർനൈറ്റ് ഡ്രൈയിങ് ഉണ്ട്. ആ ഡ്രൈയിങ്ങിന് ശേഷം ഈ പൊട്ടിച്ച അതേ ലേഡീസ് തന്നെ നാളികേരം ഇളക്കിയെടുക്കും. ചിരട്ടയിൽ നിന്ന് ഇളക്കി ഓവർനൈറ്റ് ഡ്രൈയിങ് കഴിയുമ്പോഴേക്കും ഇത് ചിരട്ടയിൽ നിന്ന് ഇളകി വരുന്ന ഭാഗമാണ്. അപ്പോൾ അതിൽ നിന്ന് ഇളക്കിയെടുക്കും. അപ്പോൾ ആദ്യം ഡ്രൈയിങ് ഇവിടെ പൊട്ടിക്കുന്നു. പൊട്ടിക്കുന്ന നമുക്ക് കോക്കനട്ട് വാട്ടർ വരും. കോക്കനട്ട് വാട്ടറിനെ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് കമ്പനി ഡ്രിങ്കിങ് വാട്ടറാക്കി മാറ്റാനായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു. നമുക്ക് അതിനുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി പൊട്ടിച്ചത് ഇതാണ് കൺവെയർ ബെൽറ്റ്. കൺവെയർ ബെൽറ്റ് വഴി മുകളിൽ ഡ്രൈ പിന്നെ അവിടെ ഡ്രയറാണുള്ളത്. അവിടെ വിറകും കോക്കനട്ട് ഷെല്ലും ഉപയോഗിച്ചാണ് തീ കൊടുക്കുന്നു. ആ തീ കൊണ്ട് എയറിനെ ചൂടാക്കിയിട്ട് ഹോട്ട് എയർ മോട്ടർ ഉപയോഗിച്ച് ഹോട്ട് എയർ പമ്പ് ചെയ്ത് കയറ്റാം ഡ്രയറിലേക്ക്. അങ്ങനെയാണ് ഡ്രൈയിങ് നടക്കുന്നത്. പിന്നെ ഇവിടെ വേസ്റ്റ് വരും. നാളികേരത്തിലും വേസ്റ്റ് വരും. കൊപ്ര പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് അവിടെ കൊപ്രയിലും വേസ്റ്റ് വരും. നാളികേരത്തിൻ്റെ വേസ്റ്റ് ഇവിടെ വെച്ച് തന്നെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റും. അത് ഡ്രയറിൻ്റെ സൈഡിൽ പ്രത്യേകമായിട്ട് ഡ്രൈ ചെയ്തിട്ട് വെളിയിൽ നിന്ന് വെൻഡേഴ്സിന് സപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ എത്രത്തോളം എത്ര ക്വാണ്ടിറ്റിയിലായിരിക്കും ഇത് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് ഒരു ദിവസമൊക്കെ? ഒരു ദിവസം ഒരു 18 ടണ്ണ് നാളികേരം പൊട്ടിക്കും. വിലയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഇവിടെ ഇങ്ങനെ നമ്മൾ ലോക്കലി ചെയ്യുന്നതായിട്ട് വിലയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ട്? വില ഒരല്പം കൂടുതലാണ്. കാരണം കൊപ്ര വാങ്ങി ചെയ്ത് കഴിഞ്ഞാൽ വില നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അപ്പോഴപ്പോഴുള്ള വിലയിൽ നാളികേരം വാങ്ങി ചെയ്യുന്നതുകൊണ്ട് കൊപ്ര വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് കൊപ്ര ആക്കി വെച്ചിരിക്കുന്നവരിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ കുറഞ്ഞ വിലയ്ക്ക് കൊപ്ര കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊപ്ര ഒരുപാട് സപ്ലൈ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് സാധാരണ നമ്മുടെ പരിസരത്തുള്ള ഓയിൽ മില്ലെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക്
വില കുറച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇത് പ്രോസസ്സ് ഇതായതുകൊണ്ട് നമുക്ക് ഒക്കെ വില കൂടുതലാണ്. എങ്കിലും ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവനും ചർച്ച വിഷയമാണ് നമ്മുടെ വെളിച്ചെണ്ണ വില ഇത്രയും കൂടുതലാണെന്നുള്ളത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ വില കൂടാൻ കാരണം ഈ നാളികേരത്തിൻ്റെ വില അനിയന്ത്രിതമായിട്ട് വർദ്ധിച്ചതുകൊണ്ട് തന്നെ. പ്രൈമറി ഡ്രൈയിങ് ചേമ്പർ. താഴെ കൺവെയർ ബെൽറ്റ് വഴി ഇവിടെയാണ് നാളികേരം, പൊട്ടിച്ച നാളികേരം ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഡ്രൈ കഴിഞ്ഞ് വരുന്നതാണോ? അല്ല, ഡ്രൈയിങ്ങിനായിട്ട് താഴെ പൊട്ടിച്ച് ഉടനെ കൺവെയർ ബെൽറ്റ് വഴി ഇങ്ങോട്ട് നാളികേരം നടക്കുകയാണ്. ചൂട് ഹോട്ട് എയർ പമ്പ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് ആ മോയ്സ്ചറോട് കൂടി ആ എയർ ഉയർന്നു വരികയാണ്. ഇവിടെ നിന്ന് ഇവരിത് കളക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഓവർനൈറ്റ് ഇവിടെ ഡ്രൈ ആവും. എന്നിട്ട് ഇന്ന് പൊട്ടിച്ച ടീം തന്നെ നാളെ വന്നിട്ട് ഇളക്കിയെടുക്കും. അപ്പോൾ ഇവര് ഇന്നലെ പൊട്ടിച്ചതാണ്. ഇന്നലെ പൊട്ടിച്ചിട്ട് ഇന്ന് അവര് ഷെല്ലിൽ നിന്ന്, ഇന്നിപ്പം ഇത് ഷെല്ലിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. അപ്പം ഇത് അവര് ഉളി വെച്ചിട്ട് ഷെല്ലിൽ നിന്ന് മാനുവലായിട്ട് തന്നെ ഇളക്കിയെടുക്കണം. കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് ഇളക്കിയ കൊപ്ര ഇത് 2 എണ്ണം നമ്മുടെ സെക്കൻഡറി ഡ്രൈയിങ് ചേമ്പറാണ്. ഈ സെക്കൻഡറി ഡ്രൈയിങ് ചേമ്പറിൽ ഇട്ടിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ഒന്നുകൂടി ഡ്രൈ ചെയ്യും. അതായത് മറ്റേ ഇത് മാത്രം ഷെല്ലില്ലാതെ ഡീഷെൽഡ് കൊപ്ര മാത്രം ഒരു ദിവസം കൂടി ഡ്രൈ ചെയ്യുക. അതിനുശേഷം താഴെ കൊപ്ര കളക്ട് ചെയ്ത് വരും. കണ്ട സെക്കൻഡറി ചേമ്പർ ഇവിടെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഡ്രൈ ആയിട്ടുള്ള കൊപ്ര ഇവിടെയാണ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് ചാക്കുകളില് ചണച്ചാക്കിൽ, അത് ചണച്ചാക്കിൽ പ്ലാസ്റ്റിക് ചാക്കിൽ വാരി വെക്കാത്തതിന് കാരണം ഇതിൽ ചെറിയൊരു ചൂടുണ്ടാവും. അതിന്റെ മോയ്സ്ചർ ഇവിടെ നിന്നിട്ട് ഫംഗസ് ബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചണച്ചാക്കിൽ നമ്മൾ വാരി സ്റ്റോക്ക് ചെയ്യും. പിന്നെ പൊടിക്കാൻ എക്സ്പെല്ലറിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നേരെ കൺവെയർ ബെൽറ്റ് വഴി മുകളിൽ ഷ്രെഡറിലേക്ക് പോകും. ഇതാണ് കൊപ്രയുടെ കൺവെയർ ബെൽറ്റ്. ഈ കൺവെയർ ബെൽറ്റ് വഴി കയറ്റി വിട്ടിട്ട് അവിടെ ഷ്രെഡറുണ്ട്, ഷ്രെഡർ മെഷീൻ. അപ്പോൾ അതങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഷ്രെഡർ മെഷീനിൽ ഷ്രെഡ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ എക്സ്പെല്ലറിൻ്റെ ബക്കറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ മറ്റൊരു ദിവസം ഡ്രൈ ചെയ്യാൻ ഇട്ടിരുന്നത് നേരെ ഈ ബെൽറ്റ് വഴി താഴെയാണ്. ഇത് ഈ ചേമ്പർ ഓപ്പൺ ചെയ്യുന്നത് താഴെയാണ്. ഓ, അങ്ങനെയാണ്. അവിടെ നിന്ന് കളക്ട് ചെയ്ത് വെക്കും. ഈ ചേമ്പർ 2 ചേമ്പറാണ്. ഇതിന് ഓരോന്നും 2ആയിട്ട് സെപ്പറേഷൻ ഉണ്ട്. 2 സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. അതായത് ഇൻ എഫക്റ്റ് 4 ചേമ്പറാണ്. അവിടുന്ന് മുകളിൽ താഴെയാണോ അത് കളക്ട്? അതെ, താഴെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ഉള്ളത്. എന്നിട്ട് അവിടെ കളക്ട് ചെയ്ത് വെക്കും. ആവശ്യാനുസരണം കൊപ്ര എടുത്തിട്ട് ഷ്രെഡ് ചെയ്ത്
എക്സ്പെൽ ചെയ്ത് അതായത് നമ്മൾ ഇവിടെ നിന്ന് പിന്നെയും താഴേക്ക് പോകുന്നു, ആ. അതനുസരിച്ച് അത് കഴിഞ്ഞിട്ട് ആവശ്യം അനുസരിച്ച് നമ്മൾ ഇങ്ങോട്ട് ഈ തിരിച്ചു കൊണ്ട് കൺവെയർ ബെൽറ്റ് വഴി ഷ്രെഡറിലേക്ക് ഷ്രെഡറിലേക്ക് പോകും. ഷ്രെഡറിലാണ് നമുക്കിത് പൊടിച്ചെടുക്കാൻ. ത്രെഡിങ് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് എക്സ്പെല്ലറിലേക്കുള്ള ഓപ്പണിങ്. അത് ഇത് 3 എണ്ണമാണ് അവിടെയുണ്ട്. ഓപ്പണിങ്ങിന്റെ മീതെയാണ് ത്രെഡ് ചെയ്ത കൊപ്ര കിടക്കുന്നത്. അവിടുന്ന് നേരെ എക്സ്പെല്ലറിന്റെ ബക്കറ്റിലേക്ക് പോകും. എക്സ്പെല്ലറിന് എന്താണ് ചെയ്യുന്നത്? എക്സ്പെല്ലറിൽ കൊപ്ര ചെന്നിട്ട് അതിനെ ക്രഷ് ചെയ്ത് ഓയിൽ കേക്കുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. ത്രെഡ് ചെയ്ത കൊപ്ര മുകളിൽ നിന്ന് നേരെ എക്സ്പെല്ലറിന്റെ ബക്കറ്റിലേക്കാണ് വരുന്നത്. ആ എക്സ്പെല്ലറിന്റെ ബക്കറ്റിൽ നിന്ന് ക്രഷ് ചെയ്ത് ഓയിൽ കേക്കും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വരും. ഇത് ഓയിൽ കേക്കാണ്. ഓയിൽ ഇവിടെ നിന്ന് നേരെ അണ്ടർഗ്രൗണ്ട് ടാങ്കിലേക്ക് പോകും. അവിടെ നിന്നാണ് പിന്നെ ഫിൽട്രേഷൻ യൂണിറ്റിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ടാങ്ക് ഇവിടെയാണ്. ഓയിൽ നേരെ എക്സ്പെല്ലറിൽ നിന്നും ഫസ്റ്റ് ടാങ്കിൽ വരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഇത് 2 സെഡിമെന്റേഷൻ ടാങ്കാണ്, ഇൻവേർട്ടഡ് ടാങ്ക്. ഈ ഇൻവേർട്ടഡ് ടാങ്കിൽ ഒരു ദിവസം ഹോൾഡ് ചെയ്യും. ആ ഒരു ദിവസം ഹോൾഡ് ചെയ്തതിന് ശേഷം പരമാവധി സെഡിമെന്റ്സ് അവിടെ സെറ്റിലാവും. അതിനുശേഷമാണ് ഓയിൽ ഫിൽട്രേഷൻ യൂണിറ്റിലേക്ക് പമ്പ് ചെയ്ത് വിടുന്നത്. എക്സ്പെല്ലറിൽ നിന്ന് നേരെ ഓയിൽ ഈ ടാങ്കുകളിലേക്കാണ് ഈ ടാങ്കിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് കുറച്ചു നേരം ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ പരമാവധി മട്ടി ഇവിടെ സെറ്റിലാവും. അതിനുശേഷം ഈ ഇൻവേർട്ടഡ് കോണിക്കൽ ടാങ്കുകളിലേക്ക് ഓയിൽ പമ്പ് ചെയ്ത് കയറ്റും. കോണിക്കൽ ടാങ്കാണ്, ഇൻവേർട്ടഡ് ടാങ്കാണ്. ഇതിലേക്ക് നമ്മുടെ എക്സ്പെൽ ചെയ്ത് നേരെ വന്ന ഫസ്റ്റ് ടാങ്കിൽ നിന്നും ഓയിൽ മോട്ടർ ഉപയോഗിച്ച് ഈ ടാങ്കിലേക്ക് കയറ്റി വിടും. അവിടെ ഒരു ദിവസം ഹോൾഡ് ചെയ്യും. ഒരു ദിവസം ഹോൾഡ് ചെയ്യുമ്പോൾ എത്രത്തോളം സെഡിമെന്റ്സ് ഉണ്ടെന്നുള്ളത് ഈ ട്യൂബിൽ കാണാൻ കഴിയും. അത്രയും സെഡിമെന്റ്സ് ഇതിൽ നിന്നും താഴെയുള്ള ഇൻവേർട്ടഡ് ടാങ്കിന്റെ വാൽവ് തുറന്ന് ആ ഹോളിലേക്ക് കളക്ട് ചെയ്യും. ബാക്കി ഓയിൽ ഫിൽട്രേഷൻ യൂണിറ്റിലേക്ക് പമ്പ് ചെയ്ത് വിടും. ഗ്രീൻ ടു എണ്ണ 3 ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഫിൽട്രേഷനും സെക്കൻഡ് ഫിൽട്രേഷനും ഇവിടെയാണുള്ളത്. അത് കഴിഞ്ഞിട്ട് മുകളിൽ മൈക്രോ ഫിൽറ്റർ ഉണ്ട്. അങ്ങനെ 1, 2 മൈക്രോ ഫിൽറ്റർ, അങ്ങനെ 3 ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഫിൽട്രേഷനിൽ ഫിൽറ്റർ ക്ലോത്ത് ഫസ്റ്റും സെക്കൻഡും 2 ടൈപ്പ് ഫിൽറ്റർ ക്ലോത്താണ് ഉപയോഗിക്കുന്നത്. ഇത് ഫസ്റ്റ് ഫിൽട്രേഷൻ യൂണിറ്റ് ആണ്. ഇവിടെ സെക്കൻഡ് ഫിൽട്രേഷൻ യൂണിറ്റ് ആണ്.
ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ഈ ടാങ്കിൽ കളക്ട് ചെയ്യും. അവിടുന്ന് സെക്കൻഡ് ഫിൽട്രേഷൻ യൂണിറ്റിലേക്ക് ഓയിൽ പോകും. താഴെ 1ഉം 2ഉം ഫിൽട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മൈക്രോ ഫിൽറ്ററിലേക്കാണ് ഓയിൽ വരുന്നത്. ഇതാണ് മൈക്രോ ഫിൽറ്റർ. മൈക്രോ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് 10 സെഡിമെന്റേഷൻ ടാങ്കുകളുണ്ട്. ഈ 10 സെഡിമെന്റേഷൻ ടാങ്കുകളിൽ ഫില്ല് ചെയ്ത് അതിനുശേഷം 10 സെഡിമെന്റേഷൻ ടാങ്ക് കടന്നാണ് പാക്കിംഗ് സെക്ഷനിലേക്ക് ഓയിൽ പോകുന്നത്. ഇതാണ് ലെവൽ അറിയുന്നത്. ഈ ടാങ്കിൽ എത്ര എണ്ണ ഉണ്ടെന്ന്. അതെല്ലാം ഫുള്ളാണ്. ഇതാണ് ബോട്ടിൽ മേക്കിംഗ് മെഷീനാണ്. ഇവിടെ ഫ്രീഫോം ഉപയോഗിച്ച് 1 ലിറ്ററും 1/2 ലിറ്ററും ബോട്ടിൽ ഞങ്ങൾ തന്നെയാണ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ഫ്രീഫോം ചൂടായ ശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൈയിൽ വെച്ചിട്ട് 1 ലിറ്റർ ആണെങ്കിൽ അങ്ങനെ 1/2 ലിറ്റർ ആണെങ്കിൽ ആ 1/2 ലിറ്ററിൻ്റെ ഡൈ ഉപയോഗിച്ച് ബോട്ടിൽ മാനുഫാക്ചർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിലിൻ്റെ പ്യൂരിറ്റി നിലനിർത്താനും അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഇവിടെ തന്നെ ബോട്ടിൽ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ചേച്ചി ഇതാണ് പാക്കിംഗ് സെക്ഷൻ. 10 സെഡിമെന്റേഷൻ ടാങ്കിൽ സെഡിമെന്റേഷന് വേണ്ടി കുറച്ച് സ്റ്റേ ചെയ്തിട്ട് അതിനുശേഷമാണ് പാക്കിങ്ങിലേക്ക് ഓയിൽ വരുന്നത്. ഇവിടെ ഈ പാക്കിങ്ങിൽ ടാങ്കിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ബോട്ടിൽ ഫില്ലിങ്ങും ഉണ്ട്, പൗച്ച് ഫില്ലിങ്ങും ഉണ്ട്. ബോട്ടിൽ 1 ലിറ്റർ, 1/2 ലിറ്റർ, 2 ലിറ്റർ, 3 ലിറ്റർ, 5 ലിറ്റർ ഇങ്ങനെയാണ് ബോട്ടിൽ പാക്കിങ്ങുള്ളത്. പൗച്ച് 1/2 ലിറ്ററും 1 ലിറ്ററുമാണ് പൗച്ചുള്ളത്. ഇത് എല്ലായിടത്തും എവിടെയൊക്കെ സപ്ലൈ ഉണ്ട്? നമുക്ക് ഇൻസൈഡ് കേരളം മാത്രമാണോ അതോ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് കൂടുതലും സപ്ലൈ ഉള്ളത്. പിന്നെ ഇൻസൈഡ് കേരള എല്ലാ സ്ഥലത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. പുറത്തോട്ടും അയച്ചു കൊടുക്കുന്ന കൊറിയർ വഴിയൊക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി കേട്ടറിഞ്ഞ് വരുന്നവർ പുറത്തുനിന്ന് ഗൾഫ് നാടുകളിൽ നിന്ന് പോലും നമുക്ക് വിളിച്ച് ഓർഡർ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ആമസോണിൽ ലഭ്യമാണ്. ഇവിടെ എന്തൊക്കെയാണ് പരിപാടികളുള്ളത്? ഇവിടെ നമ്മൾ ഫൈനൽ ഫില്ലിംഗ് ടാങ്കിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് റാൻഡമായിട്ട് ഓരോ മാസവും ഓയിൽ എടുത്ത് ഇവിടെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ക്വാളിറ്റി ഉറപ്പാക്കിയതിന് ശേഷമാണ് ബാച്ച് നമ്പർ അലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യവും ക്വാളിറ്റി ഉറപ്പാക്കി ഓരോ ബാച്ച് നമ്പറായിട്ട് ഒരു മാസത്തത് ഒരു ബാച്ച് നമ്പറിൽ പുറത്ത് മാർക്കറ്റിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് 4 ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. ആസിഡ് വാല്യൂ, മോയ്സ്ചർ കണ്ടൻറ്റ്, പെറോക്സൈഡ് വാല്യൂ, പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പിന്നെ റാൻഡമായിട്ട് ചിലപ്പോൾ നമ്മൾ അയഡിൻ വാല്യൂ ചെയ്ത് നോക്കാറുണ്ട്. ഇവിടുത്തെ പ്രോസസ്സിങ്ങിൻ്റെ ആ ഗുണം കൊണ്ട് കൊപ്ര അത്രയും നന്നായിട്ട് ഉണങ്ങി വരുന്നതുകൊണ്ട്
മോയ്സ്ചർ കണ്ടന്റ് 0.1 താഴെ നിർത്താൻ നമുക്ക് കഴിയുന്നു. ഈ മോയ്സ്ചർ കണ്ടന്റ് 0.1 താഴെ നിർത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് എണ്ണയിൽ പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. നമുക്ക് 6 മാസം ഷെൽഫ് ലൈഫാണ് നമ്മൾ പറയുന്നത്. ഈ 6 മാസം കേടുകൂടാതെ എണ്ണ ഇരിക്കും. യാതൊരു കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ഇത് ഇരിക്കും. അപ്പോൾ പ്യുവറായിട്ട് 100% പ്യുവർ എന്ന് ഉറപ്പായിട്ട് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ കഴിയും. അതാണ്. അപ്പം നമ്മുടെ കൂടെ ഈ കോക്കനട്ട് കോംപ്ലക്സിന്റെ ബോർഡ് മെമ്പേഴ്സ് കുറച്ച് പേരുണ്ട്. അപ്പം പ്രസിഡന്റ് ഷാബി സാറുണ്ട്. അപ്പം സർ നമസ്കാരം. ഇത് നമ്മുടെ നന്ദിയോട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിലുള്ളൊരു സ്ഥാപനമാണ്. ഞങ്ങളുടെ ബാങ്ക് 1926 100 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. അപ്പോൾ മുൻപ് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ധാരാളം നാളികേരുണ്ടായിരുന്നു. അപ്പോൾ കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പ്രോജക്റ്റ് 2010 ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനം ആരംഭിക്കുകയും 2018 ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം നമ്മുടെ ജില്ലയിൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ആവശ്യത്തിനുള്ള നാളികേരമില്ല. ഇപ്പോൾ ആദ്യം തുടങ്ങിയ സമയത്ത് ചെറിയ നിലയിലാണ് ഇതിൻ്റെ ബിസിനസ് നടന്നതെങ്കിൽ ഇപ്പോൾ നല്ല നിലയിലുള്ള ബിസിനസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നാളികേരത്തിൻ്റെ കുറവുള്ളത് കൊണ്ട് മറ്റു ജില്ലകളെ ഇപ്പോൾ കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളെ ആശ്രയിച്ചാണ് ഇപ്പോൾ നാളികേരം ഇവിടെ എത്തുന്നത്. ഇപ്പോൾ നാളികേരത്തിൻ്റെ വില ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം 76-77 എന്ന റേഞ്ചിലാണ് നാളികേരം നിൽക്കുന്നത്. വടക്കൻ ജില്ലകളിൽ കിട്ടുന്ന വിലയ്ക്ക് നമുക്ക് കിട്ടില്ല. അത് അവിടെ കിട്ടുന്ന എങ്ങനെ അതിന് പുറമെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ലേബർ ചാർജ് ഇവിടെ എത്തുമ്പോൾ വലിയ എമൗണ്ട് ആവുകയാണ്. എന്നാൽ നാളികേര ഈ എണ്ണോൽപാദന കേന്ദ്രത്തിൽ മറ്റൊരു സംവിധാനവും നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പോൾ നാട്ടിൽ വരുന്നൊരു വിഷയം, ചിലർ കൊപ്ര ഇറക്കി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മളങ്ങനെയല്ല, പച്ചത്തേങ്ങ ഇറക്കി, നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ കൊപ്രയാക്കി അത് ട്രയറിൽ ഉണക്കി ഇവിടെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. മറ്റൊരു സെഗ്മെൻറ്റ്സ് ഇതിൽ ചേർക്കുന്നില്ല. പ്യുവറായിട്ടുള്ള എണ്ണയെ സംബന്ധിച്ച് നല്ല അഭിപ്രായം പൊതുവിലുണ്ട്. അത് ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്തിയ വില കുറയ്ക്കാം. പക്ഷേ ക്വാളിറ്റിയിൽ വ്യത്യാസം കുറയ്ക്കുന്നതിനെ സംബന്ധിച്ച് ഭരണസമിതി ആലോചിക്കുന്നില്ല. 13 അംഗ ഭരണസമിതിയാണ് നമ്മുടെ ബാങ്കിൻ്റെ കീഴിലുള്ളത്. ഇത് സെക്രട്ടറി സുനിത ബോസാണ്. ബാക്കി ഡയറക്ടർ ബോർഡ് മെമ്പർമാരുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കോംപ്ലക്സിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഡോക്ടർ പ്രതാപ് സാറ് കൺവീനറായിട്ട് 4 അംഗ കമ്മിറ്റി ഉണ്ട്. നന്ദിയോട് സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്ന ഒരു സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. അപ്പോൾ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് എന്ന് പറയുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾക്കപ്പുറം തന്നെ അത് പല കാര്യങ്ങളിൽ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് സാമൂഹിക ഉന്നമനമാണ്. അതുപോലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള ആ ബാങ്ക് പരിധിയിലുള്ള ജനങ്ങളുടെ ജീവിതത്തിനെ ഉയർത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടെ വെച്ചുകൊണ്ടാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കോംപ്ലക്സ് അന്നത്തെ ഭരണസമിതി വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഈ പ്രദേശത്തെ ആളുകളെ ജീവിതത്തിന് വലിയ നിലവാരത്തിലൊരു മാറ്റം വരുത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി സ്ഥാപിച്ചതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ബാങ്കിൽ നമുക്ക് ഇവിടെ ഒരു 100 തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുവാൻ, അതുപോലെ തന്നെ സ്ഥിര പെർമനൻറ്റ് ജോലിക്കാരായിട്ടുള്ള ബാങ്കിൻ്റെ സ്റ്റാഫുകൾ, അങ്ങനെ എല്ലാവരും കൂടി ഒരു 100 മേളെയുള്ള കുടുംബങ്ങൾ ഈ സ്ഥാപനം കൊണ്ട് ജീവിക്കുകയാണ്. 2018 ഭരണസമിതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ദീർഘകാലം നന്ദിയോട് ബാങ്കിൻ്റെ പ്രസിഡന്റായിരുന്നത് കെ ചക്രവർത്തി സാറാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിൻ്റെ ഭരണസമിതിയുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. അദ്ദേഹത്തെ സ്മരിക്കാതെ നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ കാര്യം പറയാൻ കഴിയില്ല. ഈ കോക്കനട്ട് കോംപ്ലക്സ് തുടങ്ങുന്നതിന് വേണ്ടി ബാങ്കിൻ്റെ ഓൺ ഫണ്ടും അതിന് പുറമെ സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുടെ നല്ല സഹായം കിട്ടിയിട്ടുണ്ട്. അത് നബാർഡുമായിട്ട് ബന്ധപ്പെട്ട് AIF ഫണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോക്കനട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ CDBയുടെ നല്ല സഹായം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NCDCയുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. കേരള ബാങ്കിൻ്റെ വലിയ തരത്തിലുള്ള ഇടപെടലും സഹായവും ഞങ്ങളുടെ മുന്നോട്ട് പോക്കിന് വളരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ വന്നതിൽ എന്തായാലും പ്രോഗ്രാം പേരെന്താ?
ഇത് എങ്ങനെ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഇത്രയും വലിയൊരു പ്രോസസ്സിലൂടെയാണ് കടന്നു വരുന്നത്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.